ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് ലിറ്റിൽ കൈറ്റ്സ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ മുൻ വർഷങ്ങളിൽ ആവർത്തിച്ചുള്ളതും ഇനിയും ചോദിക്കാൻ സാധ്യതയുമായ കുറച്ച് ചോദ്യങ്ങളാണിത്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം അറ്റൻഡും ചെയ്യുക. അപ്പോൾ സമയം കളയാതെ ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. ആദ്യത്തെ ചോദ്യം ഇതാണ്: ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്നാണ്? ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 2. ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനമാണ് ഡിസംബർ 2. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന വനിത ആര്? ഇന്ത്യയിലെ മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന വനിത ആര്? ഉത്തരം ശകുന്തള ദേവി. ഇന്ത്യയിലെ മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന വനിതയാണ് ശകുന്തള ദേവി. ആരാണ്? ശകുന്തള ദേവി. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മൊബൈൽ ഫോണിലൂടെ സന്ദേശങ്ങൾ അയക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് SMS. എന്താണ് ഇതിൻ്റെ പൂർണ്ണരൂപം? മൊബൈൽ ഫോണിലൂടെ സന്ദേശങ്ങൾ അയക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് SMS. എന്താണ് ഇതിൻ്റെ പൂർണ്ണരൂപം? ശരിയായ ഉത്തരം ഷോർട്ട് മെസ്സേജ് സർവീസ്. SMS-ൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഷോർട്ട് മെസ്സേജ് സർവീസ്. മൊബൈൽ ഫോണിലൂടെ സന്ദേശങ്ങൾ അയക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് SMS. ഇതിൻ്റെ പൂർണ്ണരൂപം ഷോർട്ട് മെസ്സേജ് സർവീസ്. നാലാമത്തെ ചോദ്യം ഇതാണ്: ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വിൻഡൻ ജി സെർഫ്. ഉത്തരം വിൻഡൻ ജി സെർഫ്. ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിൻഡൻ ജി സെർഫ്. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: കൈറ്റിൻ്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പരിപാടികൾ സംപ്രേഷണം ചെയ്യുന്ന ചാനൽ ഏത്? കൈറ്റിൻ്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പരിപാടികൾ സംപ്രേഷണം ചെയ്യുന്ന ചാനൽ ഏത്? ശരിയായ ഉത്തരം വിക്ടേഴ്സ്. കൈറ്റിൻ്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പരിപാടികൾ സംപ്രേഷണം ചെയ്യുന്ന ചാനലാണ് വിക്ടേഴ്സ്. ഏതാണ്? വിക്ടേഴ്സ്. ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇൻ്റർനെറ്റിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളുടെ പൊതുവായ പേരെന്ത്? ഇൻ്റർനെറ്റിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളുടെ പൊതുവായ പേരെന്താണ്? ഉത്തരം സെർച്ച് എഞ്ചിനുകൾ. ഇൻ്റർനെറ്റിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളുടെ പൊതുവായ പേരാണ് സെർച്ച് എഞ്ചിനുകൾ. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഒരു വെബ് ബ്രൗസർ സോഫ്റ്റ്വെയറിനെ സൂചിപ്പിക്കുന്ന ചിത്രമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഇതേത് സോഫ്റ്റ്വെയറിനെ സൂചിപ്പിക്കുന്നു? ഒരു വെബ് ബ്രൗസർ സോഫ്റ്റ്വെയറിനെ സൂചിപ്പിക്കുന്ന ചിത്രമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഇത് ഏത് സോഫ്റ്റ്വെയറിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം മൊസില്ല ഫയർഫോക്സ്. ഒരു വെബ് ബ്രൗസർ സോഫ്റ്റ്വെയറിനെ സൂചിപ്പിക്കുന്ന ചിത്രമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഇതേത് സോഫ്റ്റ്വെയറാണ്? മൊസില്ല ഫയർഫോക്സ്. എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മൊബൈൽ ഫോണിൽ സ്ഥലങ്ങൾ സ്ഥാനനിർണ്ണയം ചെയ്യുന്നത് GPS സംവിധാനം ഉപയോഗിച്ചാണ്. എന്താണ് GPS-ൻ്റെ പൂർണ്ണരൂപം? മൊബൈൽ ഫോണിൽ സ്ഥലങ്ങൾ സ്ഥാനനിർണ്ണയം ചെയ്യുന്നത് GPS സംവിധാനം ഉപയോഗിച്ചാണ്. എന്താണ് GPS-ൻ്റെ പൂർണ്ണരൂപം? ഉത്തരം ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. GPS-ൻ്റെ പൂർണ്ണരൂപം ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. മൊബൈൽ ഫോണിൽ സ്ഥലങ്ങൾ സ്ഥാനനിർണ്ണയം ചെയ്യാനാണ് GPS സംവിധാനം ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഒമ്പതാമത്തെ ചോദ്യം ഇതാണ്: ഗൂഗിൾ എർത്തിന് ബദലായി ഇന്ത്യയുടെ ISRO നിർമ്മിച്ച ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ഏതാണ്? ഗൂഗിൾ എർത്തിന് ബദലായി ഇന്ത്യയുടെ ISRO നിർമ്മിച്ച ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ഏതാണ്?
ഉത്തരം ഭുവൻ. ഗൂഗിൾ എർത്തിന് ബദലായി ഇന്ത്യയുടെ ISRO നിർമ്മിച്ച ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ആണ് ഭുവൻ. 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ആകാശ വസ്തുക്കളെ നിരീക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ പേരെന്താണ്? ആകാശ വസ്തുക്കളെ നിരീക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ പേരെന്താണ്? ഉത്തരം സ്റ്റെല്ലേറിയം. ആകാശവസ്തുക്കളെ നിരീക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് സ്റ്റെല്ലേറിയം. സ്റ്റെല്ലേറിയം എന്നാണ് ആകാശവസ്തുക്കളെ നിരീക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ പേര്. 11ാമത്തെ ചോദ്യം ഇതാണ്. LCDയുടെ പൂർണ്ണരൂപം എന്താണ്? LCDയുടെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. LCDയുടെ പൂർണ്ണരൂപം ഇതാണ്, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വേവ് ഏത് തരം ഫയലുകളുടെ ഫോർമാറ്റാണ്? വേവ് ഏത് തരം ഫയലുകളുടെ ഫോർമാറ്റാണ്? ഉത്തരം ശബ്ദം. വേവ് ഏത് തരം ഫയലുകളുടെ ഫോർമാറ്റാണ്? ശബ്ദത്തിൻ്റെ ഫോർമാറ്റുകളാണ്. 13ാമത്തെ ചോദ്യം ഇതാണ്. ജ്യാമിതീയ നിർമ്മിതികൾ തയ്യാറാക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ പേരെന്താണ്? ജ്യാമിതീയ നിർമ്മിതികൾ തയ്യാറാക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ പേരെന്താണ്? ഉത്തരം ജിയോജിബ്ര. ജ്യാമിതീയ നിർമ്മിതികൾ തയ്യാറാക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് ജിയോജിബ്ര. 14ാമത്തെ ചോദ്യം. സ്ക്രാപ്പ് സോഫ്റ്റ്വെയറിൽ കാണുന്ന പൂച്ചക്കുട്ടി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? സ്ക്രാപ്പ് സോഫ്റ്റ്വെയറിൽ കാണുന്ന പൂച്ചക്കുട്ടി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം സ്പ്രൈറ്റ്. സ്ക്രാപ്പ് സോഫ്റ്റ്വെയറിൽ കാണുന്ന പൂച്ചക്കുട്ടി അറിയപ്പെടുന്നത് സ്പ്രൈറ്റ് എന്ന പേരിലാണ്. 15ാമത്തെ ചോദ്യം ഇതാണ്. ശബ്ദം റെക്കോർഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ശബ്ദം റെക്കോർഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ഉത്തരം ഓഡാസിറ്റി. ശബ്ദം റെക്കോർഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഓഡാസിറ്റി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അടുത്തത് നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ഇതാണ്. ഇന്ത്യയിലെ മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന വനിത ആര്? ഇന്ത്യയിലെ മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന വനിത ആരാണ്? അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.